അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. 1നും 100നും ഇടയിൽ 7ൻ്റെ ഗുണിതങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 1നും 100നും ഇടയിലാണ് ഉള്ള 7ൻ്റെ ഗുണിതങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം 10 × 7 70 അപ്പം 10 എണ്ണം ഉണ്ട്. പിന്നെ ഇനി 70 തൊട്ട് ബാക്കി 15 × 7 ചെയ്യുമ്പോൾ നമുക്ക് 105 കിട്ടുന്നത്. അപ്പോൾ ഇനി ഏതേ വരാൻ ചാൻസ് ഉള്ളൂ? 105 എന്ന് പറയുമ്പോൾ 100ന് മുകളിൽ പോയി, അപ്പോൾ 14 ആവാനാണ് ചാൻസ്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? 14. അപ്പോൾ 14 × 7 എന്ന് പറയുന്നത് 98. അപ്പം എത്ര ഗുണിതങ്ങളുണ്ട്? 14 ഗുണിതങ്ങളാണ് ഉള്ളത്. അപ്പോൾ അടുത്ത ചോദ്യം ഇതായിരുന്നു. അപ്പം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് AB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും സമാന്തര വരകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സിൻ്റെ വാല്യൂ കണ്ടെത്തുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ 70 തന്നിട്ടുണ്ട്, ഇവിടെ 30 തന്നിട്ടുണ്ട്, ഇവിടെ എക്സും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ എക്സ് കണ്ടുപിടിക്കണം. അപ്പം സമാന്തര വരകൾ തൻ്റെ ഈ ഒരു വരയെ മുറിച്ചിരിക്കുന്നു. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയായിരിക്കും? 70 തന്നെയായിരിക്കും. കാരണം കറസ്പോണ്ടിങ് ആംഗിൾസ് അനുബന്ധ കോണുകളാണ്. അപ്പം ഇവിടെ 70 ആണെങ്കിൽ ഇവിടെ 70 ആയിരിക്കും. ഇവിടെ അങ്ങനെ 70 ആണെങ്കിൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എത്ര തന്നെയായിരിക്കും? 70 തന്നെ ആയിരിക്കും. ഇനി ഇത് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. 180ൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? 70 + 30 മൈനസ് ചെയ്യുക. അപ്പോൾ 180 - 100 ആൻസർ നമുക്ക് എത്ര കിട്ടും? 80 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 80 ആണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. പൈതഗോറിയൻ ത്രയങ്ങളിൽ പെടാത്തവ ഏത്? ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആദ്യം നമുക്ക് പൈതഗോറസ് തിയറം എന്ന് നോക്കാം. അപ്പോൾ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഹൈപ്പട്ടന്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് √(base² + altitude² ആണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന ഇക്വേഷനാണ്. അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യാത്തത് ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഓപ്ഷൻ നോക്കാം. 3ൻ്റെ സ്ക്വയർ + 4ൻ്റെ സ്ക്വയർ, അതിൻ്റെ റൂട്ട് കാണുമ്പോൾ നമുക്ക് 5 കിട്ടുമോ നോക്കണം. അപ്പം √9 + 16 എത്ര കിട്ടും? √25. അവിടെ 5 കിട്ടി. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. അപ്പോൾ അത് പൈതഗോറിയൻ തിയറിയിൽ എന്ത് ചെയ്യുന്നതാണ്? ഉൾപ്പെടുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് രണ്ടാമത്തെ ഓപ്ഷൻ? √6ൻ്റെ സ്ക്വയർ നമുക്കറിയാം 36 + 8ൻ്റെ സ്ക്വയർ അറിയാം എത്രയാണ്? 64. √100 കിട്ടി, അത് 10 കിട്ടി. അപ്പം 6, 8, 10. അപ്പോൾ അതും എന്താണ്? പൈതഗോറിയൻ തിയറിയിൽ ഉൾപ്പെടുന്നവരാണ്. ഇനി അടുത്തത് നോക്കാം. 1ൻ്റെ സ്ക്വയർ എത്രയാണ്? 1 + 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 √5 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഇവിടെ √5 എന്നല്ലേ കിട്ടിയത്? നമുക്കിവിടെ 1, 4, 5 ആയിരുന്നു കിട്ടേണ്ടത്. അപ്പോൾ ഇതാണ് എന്തിൻ്റെ ഉത്തരം? അത് പൈതഗോറിയൻ തിയറിയിൽ ഉൾപ്പെടത്തിൻ്റെ ഉത്തരം ഏതാണെന്ന് ചോദിച്ചാൽ ഇതാണ്. അപ്പോൾ അടുത്ത ഓപ്ഷനും കൂടി നോക്കാം. ഡി ഓപ്ഷനിൽ എത്രയായിരുന്നു കൊടുത്തിരുന്നത്? 12ൻ്റെ സ്ക്വയർ ആണല്ലേ. അപ്പോൾ 144 + 256 ആണ് 16ൻ്റെ സ്ക്വയർ. അപ്പം √400 എന്ന് കിട്ടി, 20 കിട്ടി. അപ്പം നമുക്ക് കിട്ടാത്തത് ഏതാണ്? 1, 2, 5 ആണ് ആൻസർ. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 1, 2, 5. 1, 2, 5 ആണ് എന്തിൽ ഉൾപ്പെടാത്തത്? പൈതഗോറസ് തിയറത്തിൽ ഉൾപ്പെടാത്ത സംഖ്യകൾ. ഇതാണ് ABCD എന്ന സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ചെറിയ സമചതുരത്തിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? സൈഡും തന്നിട്ടുണ്ട്. നമ്മുടെ ചോദ്യം നമ്മളോട് പറഞ്ഞേക്കുവാണ് ഈ വലുതിൻ്റെ എന്ത് കണ്ടുപിടിക്കുക? സൈഡ് കണ്ടുപിടിക്കുക. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ ഒരു സൈഡും ഈ ഒരു സൈഡ് നമുക്കറിയാം. നമുക്കിത് കണ്ടുപിടിക്കണം. എന്തുപയോഗിക്കാം നമുക്ക്? ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്തുകൂടെ? ചെയ്യാലോ. അപ്പോൾ ഹൈപ്പട്ടന്യൂസ്, അതായത് ഈ ഹൈപ്പട്ടന്യൂസ് ആണ് നമ്മുടെ ഇവിടുത്തെ AB. അപ്പോൾ AB എന്ന് പറയുന്നത് എന്താണ്? √2² + 2². അപ്പോൾ √4 + 4. അപ്പോൾ എത്ര കിട്ടും? √8 എന്ന് കിട്ടും. ഈ √8നെ നമുക്ക് എങ്ങനെ എഴുതാം? 8 എന്ന് പറയുന്നത് 4 × 2 ആണ്, ആണല്ലോ. അപ്പോൾ നമുക്ക് √4 അറിയാം. എത്രയാണ്? √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഈ ബാക്കി ഇവിടെ എന്തോ ഉണ്ട്? ഒരു √2 കൂടി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 2√2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ എത്രയാണ്? 2√2 സെൻറ്റിമീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഈ വലിയ സ്ക്വയറിൻ്റെ സൈഡ് എന്ന് പറയുന്നത്. ചോദ്യം ഇങ്ങനെയാണ്. 10⁵ × 10⁶ / 10⁷ × 10⁸ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? നമുക്കറിയാം ഇവിടെ 10⁵ × 10⁶ ആണല്ലേ. അപ്പം A⁻m × A⁻n എന്ന് പറയുന്നത് A⁻m + n ആണ്. അപ്പോൾ 10⁵ 5ഉം 6ഉം കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11 / 10⁵ 7ഉം 8ഉം കൂടെ കൂട്ടുമ്പോൾ 15. അതേപോലെ തന്നെ A⁻m / A⁻n എന്ന് പറയുന്നത് A⁻m - n ആണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? 10⁵
11 മൈനസ് 15 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ കിട്ടും? 10⁻⁻4 എന്ന ആൻസർ കിട്ടി. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 10⁻⁻4 കാണത്തില്ല. അപ്പം ഇതെങ്ങനെ നമ്മൾ 10⁻⁻4നെ നമുക്ക് എങ്ങനെ എഴുതാം? 1/10⁻4 എന്നും കാണാം. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ 1/10⁻4 എന്നൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ 1/10⁻4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10,000 ആണ്. 1 10 100,000 10,000. അപ്പം 1/10,000 ആണ് നമ്മുടെ ആൻസർ. ആറാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. √1 പ്ലസ് √4 പ്ലസ് √21 പ്ലസ് √16 ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യാം? √1 പ്ലസ് √4 പ്ലസ് 21 പ്ലസ് √16 എന്ന് വെച്ചാൽ എത്രയാണ്? 4 ആണല്ലോ. അപ്പോൾ ഇനി അടുത്തത് എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? √1 പ്ലസ് 4 പ്ലസ് 21 പ്ലസ് 1 21 പ്ലസ് 4 25 ആണ്. അപ്പോൾ √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. അപ്പോൾ 5. ഇനി √1 പ്ലസ് 4 പ്ലസ് 5 എത്രയാണ്? 9. അപ്പം √9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3. ഇനി √1 പ്ലസ് 3 1 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 4 ഈസ് ഈക്വൽ ടു √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? ആൻസർ 2 ആണ്. അടുത്ത ചോദ്യം ഇതാണ്. 999ൻ്റെ സ്ക്വയർ മൈനസ് 1ൻ്റെ സ്ക്വയർ എത്രയാണെന്ന്. അപ്പോൾ ഇതേത് ഫോമിലാണ് കിടക്കുന്നത്? നമുക്കറിയാം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോമിലല്ലേ കിടക്കുന്നത്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് 999 ആണ്. അപ്പോൾ 999 പ്ലസ് 1 ഇൻറ്റു 999 മൈനസ് 1. അപ്പോൾ 999 പ്ലസ് 1 എത്ര കിട്ടി? 1000 കിട്ടി, 1000 കിട്ടി, ഇൻറ്റു 999 മൈനസ് 1 എത്ര കിട്ടി? 998 കിട്ടി. അപ്പോൾ നമുക്കിത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര ആൻസർ കിട്ടും? 98000 കൊടുക്കുക. 1 ടെൻ. അപ്പോൾ 9,98,000 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. 2/1000 മൈനസ് 2/999 ആൻസർ എത്രയാണ് വരുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് ഈ 1000നെ നമുക്ക് എങ്ങനെ എഴുതാം? 2/999 പ്ലസ് 1 മൈനസ് 2/999 എഴുതാമല്ലോ. എഴുതാം. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് കിടക്കുന്നത്? a⁻m പ്ലസ് n ഫോമിലല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചു. a⁻m പ്ലസ് n എന്ന് വെച്ചാൽ എന്തുവാ? a⁻m ഇൻറ്റു a⁻n ആണ്. അപ്പോൾ നമുക്കിതിനെ പിരിച്ചെഴുതാം. 2/999 ഇൻറ്റു 2/1 മൈനസ് 2/999. ഓക്കെ ആണേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെയും ഇവിടെയും 2/999 ഉണ്ട്, ഇവിടെയും 2/999 ഉണ്ട്. ഇതിൽ നമ്മൾ കോമൺ ആയിട്ട് ഇങ്ങ് എടുക്കാം. അപ്പം ബാക്കി ഇവിടെ എന്തുണ്ട്? 2/1 ഉണ്ട്, മൈനസ് ഇവിടെ 1 ഉണ്ട്. ഇനി 2/999 ഇവിടെ 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 2/1 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 1. അപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 2/999 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. 3/4 6/5 9/8 8/7 ഇവയെ ഈ ഭിന്നസംഖ്യകളെ ആരോഹണ ക്രമത്തിൽ എഴുതുക. അപ്പോൾ ഇതിന് എളുപ്പമാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇതിനെ എല്ലാത്തിനെയും എന്തുകൊണ്ട് ഗുണിക്കുക? 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇവിടെ ഒരു 0 വരും, ഇവിടെ 0, ഇവിടെയും 0 വരും, ഇവിടെയും 0 വരും. ഇനി എന്ത് ചെയ്യുക? ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ഇവിടെ ഓൾറെഡി കിട്ടും 28. 7 4 28. അപ്പോൾ നമുക്ക് 7 കൊടുക്കാം. ഇനി ഇത് പോയിൻ്റ് വരും, നമുക്കിപ്പോൾ 7 കൊടുക്കാം. ബാക്കി ഏതെങ്കിലും ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി പോയിൻ്റ് കൂടി കണ്ടുപിടിക്കാം. അപ്പം ഇവിടെ അടുത്ത് നോക്കിക്കേ. ഇവിടെ 12 ഇൻറ്റു 5 എത്ര? 60. അപ്പോൾ ഇവിടെ എത്ര? 12. ഇനി ഇവിടെ നോക്കിക്കേ. ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 19 ഡിവൈഡഡ് ബൈ 8 188 10 1 കൊടുത്തു 8 2 പിന്നെ പോയിൻ്റ് കൊടുക്കാം 0 16 ഇത്ര നിൽക്കട്ടെ. ഇനി നമുക്ക് എന്തെങ്കിലും കിട്ടത്തില്ലെങ്കിൽ നമുക്ക് ബാക്കി ചെയ്ത് നോക്കാം. അപ്പം 11.2 അടുത്ത ചെയ്യാം. 80 ഡിവൈഡഡ് ബൈ 7 177 കൊടുത്തു 1 പിന്നെയും 7 3 പോയിൻ്റ് കൊടുക്കുക 0 കൊടുക്കുക 4 28 കിട്ടും അല്ലേ. ബാക്കി ഇനി അങ്ങോട്ട് ചെയ്യാം. അപ്പം നമുക്കിത് വേണ്ട. അപ്പം 11.4. അപ്പം ഇനി നമുക്കിതിനെ എന്തിലെഴുതാം? നമുക്കിതിൻ്റെ ആരോഹണ ക്രമത്തിൽ എഴുതിക്കൂടെ? ആരോഹണ ക്രമത്തിൽ എഴുതാമല്ലോ. അപ്പം ആദ്യം ഏതാ വരുന്നത്? ഏറ്റവും ആരോഹണ ക്രമത്തിൽ നല്ല ചോദ്യത്തിൽ. അപ്പം എന്താ ഏറ്റവും ചെറുത് ഏതാ? 3/4 അല്ലേ. അപ്പം 3/4. അടുത്തത് ഏതാ വരുന്നത്? അടുത്ത ചെറുത് ഏതാ? 9/8. അത് കഴിഞ്ഞ് ഏതാ വരുന്നത്? 8/7. അത് കഴിഞ്ഞ് ഏതാ വരുന്നത്? 6/5. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കമൻറ്റുകളാണ് എനിക്ക് ഇനിയും വീഡിയോ ഇടാനായിട്ട് തോന്നിക്കുന്നത്. അപ്പോൾ കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക. അതേപോലെ തന്നെ നമ്മുടെ നോട്ട്സൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടും, SCERTയുടെ നോട്ട്സൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടി കയറി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്തേക്കുക.